വചനത്തിനായി അങ്ങയുടെ തൃക്കാൽക്കൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ കർത്താവ് ഇടയാക്കി ലോകത്തെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുന്നവരുണ്ടല്ലോ. ഈ ദിവസങ്ങളില് കർത്താവെ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. അവരോടൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കണമേ. ഇന്ന് വചനം ശുശ്രൂഷിക്കുവാൻ, പഠിപ്പിക്കുവാൻ അങ്ങയുടെ ദാസനെ ശക്തമായി അവിടുന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറിയെ പോലെ കർത്താവിന്റെ കാൽക്കലിരുന്ന് പഠിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. തിരുവഴുത്തുകളിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ വർധനയ്ക്കും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനും കാരണമാകുവാൻ സഹായിക്കണമേ. തിരുവചനം ശക്തമായി പഠിപ്പിക്കുവാൻ ഞങ്ങളുടെ ദാസന് വചനത്തിന് വെളിപ്പാട് കർത്താവ് നൽകണമേ. വായ തുറക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവോടും ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെ പഠിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ നിന്റെ ദാസന്റെ മേലും കർത്താവ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ലീഡ് ചെയ്യുന്ന കർത്തദാസനായി സ്തോത്രം. ഗാനങ്ങൾ പാടുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരെയും എന്റെ വരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണം. ആമേൻ. സ്തോത്രം. നമുക്കൊരു പാട്ടുകൂടെ പാടി കർത്താവിനെ സ്തുതിക്കാം. സർവ
ദിനംതോറും നമുക്ക് ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമുക്ക് ആശ്രയിക്കുവാനും ഒരിടമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധിയാണ്. സർവ്വ നന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉടയവനായ കർത്താവിനെ ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കയറിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ സമയം തന്നെ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുയേശുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവരാജ്യത്തിൽ ദൈവസഭയുടെ പങ്കാളിത്തം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ശക്തമായ ദൂത് കർത്താവിൻ്റെ ദാസൻ നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രത്യേകിച്ച് ഒരുക്കമുള്ള ഒരു സഭയെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത് എന്നുള്ള വ്യക്തമായ ദൂത് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് നൽകി തന്നല്ലോ. ഇന്ന് രാത്രിയിലും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. പ്രിയ ജെയിംസ് സാറ് തുടർന്ന് നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിൽ ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. ഞങ്ങളുടെ നല്ലവനായ കർത്താവേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയില് കർത്താവെ, ഞങ്ങളുടെ മാതൃദേശത്ത് പ്രഭാതത്തില് വിവിധ ഇടങ്ങളിലെ വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തിരുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഏതിനായിട്ട് നിലകൊള്ളുന്നു എന്നും ഞങ്ങളുടെ പ്രത്യാശ ഏതാണെന്നുള്ളതും ഞങ്ങൾക്ക് കർത്താവെ ജീവിതത്തിന്റെ ഏറ്റവും മേത്തരമേറിയിരിക്കുന്ന അനുഭവം എന്താണെന്നുള്ളതും തിരുമേനി ഞങ്ങളെ ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാസ്നേഹത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കാൽഗറി ചർച്ച് ഓഫ് ഗോഡിനെ, കർത്താവിന്റെ ദാസൻ ഫിന്നിയെ, പാസ്റ്റർ എം ഇ ബേബി അവറുകളെ, തന്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും കർത്താവെ പ്രത്യേകിച്ച് വചനം കേൾക്കുന്ന സകലമാന പേരെയും അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഏഴയുടെ പരിമിതികളും അജ്ഞതയും തിരുമേനി അറിയുന്നു. തിരുവചനത്തിന്റെ മഹത്വവും അതിന്റെ ആഴവും കർത്താവെ തിരുമേനി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ പ്രാധാന്യത ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുവാനും അനേകർക്ക് ഇതിന്റെ പ്രയോജനം ഉണ്ടാകുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൃപ കൊണ്ട് അലങ്കരിക്കും പുത്രനെ മഹത്വപ്പെടുത്തും. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അതതിടങ്ങളിൽ നിന്ന് ദൈവവചനം കേൾക്കുന്ന സകല മാന്യ ദേവ ദാസിദാസന്മാർക്ക് എൻ്റെ വിനീതമായിരിക്കുന്ന വന്ദനത്തെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. നമ്മള് വർത്തമാനകാലവും ആസന്ന ഭാവിയും എന്നുള്ള വിഷയത്തെ കുറിച്ചുകൊണ്ടാണ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് മഹത്വം. നമ്മള് ജീവിതത്തിന്റെ അർത്ഥം ഗ്രഹിച്ചവരും മാനവികതയുടെ പ്രാധാന്യത മനസ്സിലാക്കിയവരും ചരിത്രത്തിന്റെ ഏടുകളെ കുറിച്ച് നല്ല അറിവുള്ളവരും ആകൊണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താണ്? ഇന്നത്തെ ഏറ്റവും പരമപ്രധാനമറിയിക്കുന്ന വിഷയം ഏതാണ്? അതാണ് വർത്തമാന കാലത്തെ കുറിച്ചുള്ള നമ്മുടെ ചിന്തയിലെ പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് സ്തോത്രം. അഥവാ ആരെങ്കിലും ചിന്തിക്കുകയാണ് വർത്തമാനകാലവും ആസന്ന ഭാവി എന്ന് പറഞ്ഞിട്ട് ഈ പാസ്റ്റർ സഭയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വർത്തമാനകാലത്തിലെ പരമപ്രധാനം അറിയിക്കുന്ന ഒരു കാര്യമാണ് സഭ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയില് വളരെ കൃത്യമായ രീതിയിൽ ബൈബിളിൽ നിന്ന് നിങ്ങളെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചിട്ട് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന 5 പേരുകൾ, സുപ്രധാന പേരുകൾ, അവ ഒന്ന് വിശകലനം ചെയ്യുവാനാണ് കർത്താവിന്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. അത് എത്രമാത്രം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നില്ല. എന്നിരുന്നാലും ഇന്ന് രാത്രിയിൽ നിങ്ങളെ പ്രത്യേകാല് ഈ താല്പര്യം കാണിക്കുന്നതിൽ നന്ദി അറിയിക്കുന്നു. ഞാൻ കൊലോസ്യ ലേഖനത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് അനന്തരമായിട്ട് അതിനോടനുബന്ധിച്ചുള്ള ഇന്നത്തെ ചിന്ത തുടരുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ആ സുവിശേഷം
സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. സ്തോത്രം. മൂലഭാഷയില് ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു എന്നുള്ളതിന്റെ വാസ്തവമായിരിക്കുന്ന അർത്ഥമെന്ന് പറയുന്നത് ചേഞ്ചിങ് ലൈഫ്സ് ആൻഡ് ഗ്രോയിങ് ഡെയിലി എന്നാണ്. ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ചേഞ്ചിങ് ലൈഫ്സ് എന്ത് ചെയ്യുന്നു? ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് മഹത്വം. ഇതിന്റെ കാരണം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിക്കാനിടയായിത്തു. അതെന്താണ്? ദൈവത്തിന്റെ സമയ ഘടികാരത്തിന്റെ അകത്ത് വളരെ വ്യക്തമായ രീതിയിൽ കർത്താവിന്റെ ദാസനായിരിക്കുന്ന ദാനിയേലിന് നെബൂഖദ്നേസറിന്റെ കാലത്ത് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു കൊടുത്തൊരു വലിയ മർമ്മമാണ്. റോമാ സാമ്രാജ്യം അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിന്റെ ക്ഷയോന്മുഖമായിരിക്കുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യും? കൈതൊടാത്ത കല്ല് പറഞ്ഞു വന്ന് മുമ്പുണ്ടായിരുന്ന സകല സംവിധാനങ്ങളെയും തകർത്തിട്ട് ആ കല്ല് ഭൂമിയിലൊക്കെയും നിറഞ്ഞ് ഒരു മഹാപർവ്വതമായി തീരും എന്നുള്ള പ്രവചന നിവൃത്തിയാണ് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 18 ഭാഷകളിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ യെരുശലേമിലെ പെന്തക്കോസ് പെരുന്നാളിന് കൂടി വന്ന ജനത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വളരെ ശക്തമായിരിക്കുന്ന ഇടപെടലിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ വ്യാഖ്യാനിച്ച് കൊടുത്തിട്ട് കേട്ട ജനത്തിന്റെ ഉള്ളിൽ കുത്തുകൊണ്ട ശേഷമായിട്ട് അവർ പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന് സ്തോത്രം. എവിടെ നിന്നാണ് രക്ഷപ്പെടേണ്ടത്? മൂല്യച്യുതിയുള്ള സമൂഹത്തിൽ നിന്ന്, പാപമംഗലമായ ജീവിതത്തിൽ നിന്ന്, ലക്ഷ്യബോധമില്ലാത്ത മതചിന്താഗതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തക്കവണ്ണം പത്രോസ് ഉപദേശിച്ചപ്പോൾ, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞ പ്രഖ്യാപനമാണ് നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 38 വാക്യങ്ങളിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. കർത്താവിന് സ്തോത്രം. അന്ന് ഭൂമിയിൽ എന്ത് സ്ഥാപിതമായി? കർത്താവിന്റെ സഭ സ്ഥാപിതമാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മള് ഇങ്ങനെ പറയാറുണ്ട്, ചിലരൊക്കെ വലിയ കാര്യം പറയാറുണ്ട്. യൂറോപ്പിലൊക്കെ ഉണ്ടല്ലോ വലിയ പള്ളികളല്ല എന്ത് ചെയ്യുക? മോസ്കുകളാക്കി മാറ്റുക, അതുപോലെ തന്നെ മദ്യശാലകളാക്കി മാറ്റുകയാണ്. അവിടെ എങ്ങും ആരും പള്ളി പോകാറില്ല, അവിടെയുള്ള ജനം മുഴുവൻ നിരീശ്വരവാദികളാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മള് ഈ ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്ന് ഒരാലയത്തെ നോക്കിയല്ല കർത്താവ് പറഞ്ഞത്, കൂടി വരുന്ന ജനത്തെ കുറിച്ചാണ്. പിന്നീട് ഞാൻ അതിനെ കുറിച്ച് ഓർപ്പിച്ചുകൊള്ളാം. ഞാന് ഗ്രേറ്റ് ബ്രിട്ടനിലെ സഭകളെ കുറിച്ച് പഠിച്ചതായ സമയത്ത്, പ്രത്യേകിച്ച് അവിടെയാണല്ലോ കൂടുതൽ വലിയ ദേവാലയങ്ങള് മറ്റൊന്നായി മാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആഫ്രിക്കയിൽ നിന്ന് അവിടെ കുടിയേറി പാർത്ത ആളുകൾ, അവിടുത്തെ സിറ്റിസൺസാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഏകദേശം 3 ലക്ഷം കൂടിവരവുകൾ ഉണ്ട്. കർത്താവിന് സ്തോത്രം. 3 ലക്ഷം കൂടിവരവുകൾ. അവർ കൂടുന്നത് വലിയ വലിയ പള്ളികളിലോ ലോകം അമ്പരക്കുമാറുള്ള വലിയ രംഗസ്ഥലങ്ങളിലോ അല്ല. അവരെന്തു ചെയ്യുന്നു? അവര് വളരെ സീക്രട്ട് ആയിട്ട് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്ന പ്രത്യേകമായിരിക്കുന്ന
കൂടിവരവുകളായിട്ട് ഇവിടെ കർത്താവിനെ ആരാധിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. ഇതേ സ്ഥിതി തന്നെയാണ് ലോകത്തിലെമ്പാടും എന്നുള്ള കാര്യം എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ കൂടെ പറയാൻ തക്കവണ്ണം കഴിയുമെങ്കിലും ഞാൻ അതിനു വേണ്ടി സമയമെടുക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ചിലർക്ക് അറിയാവുന്നതാണ്, ഉത്തരാഖണ്ഡില് ഒരു എഞ്ചിനീയർ ആയിരുന്ന പയ്യൻ, അദ്ദേഹത്തിന്റെ പേര് അജിത് സജ്വാൻ എന്നാണ്. ഒരു എഞ്ചിനീയർ പയ്യനായിരുന്നു. അവന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാരക രോഗം ബാധിച്ചു. അവന് മരിക്കുമെന്നുള്ള നിലയിലേക്ക് എത്തിച്ചേർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ആരോ അവനോട് സുവിശേഷം പറഞ്ഞ് അജിത് സജ്വാൻ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. എവിടെയാണെന്ന് ഓർക്കണം, ഉത്തരാഖണ്ഡിലാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ ജീവിതത്തിൽ യേശുക്രിസ്തു നൽകിയ ആ രോഗസൗഖ്യം തന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ട് താൻ കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ട ഒരു അപ്പോസ്തോലനായിട്ട് മാറുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. ചുരുക്കി പറയട്ടെ, ഛത്രപൂരില് ഇന്ന് ഏകദേശം 50,000-ഓളം പേര് ആരാധിക്കുന്ന ഒരു വലിയ ആരാധനാലയത്തിന്റെ സീനിയർ പാസ്റ്ററായിട്ട് കർത്താവിന്റെ ദാസൻ അജിത് സജ്വാനെ മാറ്റുവാൻ തക്കവണ്ണം കർത്താവിന് പ്രീതി തോന്നി. തന്റെ സഭയുടെ പേരെന്നാന്നറിയാമോ? ചർച്ച് ഓഫ് ഗോഡ് ഒന്നും അസംബ്ലീസ് ഓഫ് ഗോഡ് ഒന്നും IPC ഒന്നുമല്ല. ആ സഭയുടെ പേരെന്ന് പറയുന്നത് ഫെയ്ത്ത് അരീന എന്നാണ്. രംഗസ്ഥലം. പ്രൈസ് ദി ലോർഡ്. അവിടെ 100 കണക്കിനല്ല 1000-കണക്കിനാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ. വെറും വിജനമായിരിക്കുന്ന ഒരു ഗ്രാമപ്രതലമാണ് അവിടെ ഉള്ളതെങ്കിലും എന്ത് ചെയ്യാണ്? പട്ടണങ്ങളിൽ നിന്ന് ജനം ഓടിക്കൂടുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ മഹത്വം. പ്രിയമുള്ളവരെ, കേരളത്തിൽ നമ്മൾ വലിയ പൗരാണികതയും എല്ലാവിധമായിരിക്കുന്ന കുടുംബ മഹത്വവും കൊണ്ട് നമ്മൾ ഊറ്റം കൊള്ളുന്നതായ സമയത്ത് വടക്കേണ്ടിയിൽ ഒന്നുമില്ലാത്ത ഇടത്ത് എന്ത് ചെയ്യുന്നു? കോടാനുകോടി ജനത്തെ കർത്താവ് വിടിവിച്ച് ദൈവത്തിന്റെ വകയാക്കി കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പഞ്ചാബില് ദൈവം ഉണർവ് അയച്ചിട്ട് 30,000-40,000 പേരുള്ളതായിരിക്കുന്ന അനേക സഭകള് ഉടലെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു പ്രിയ സ്നേഹിതനാണ് തെലങ്കാനയില് അല്ലെങ്കിൽ ഹൈദരാബാദിലുള്ള കർത്താവിന്റെ ദാസൻ സതീഷ് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് അടുത്ത ഈ PCN ആക്കിനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നതെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആവേശം വർദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഷിക്കാഗോയിൽ നടക്കുന്ന ആ PCN ആക്കിന്റെ ആ കൺവെൻഷന്റെ പ്രധാന പ്രസംഗകനായിട്ട് ഈ സജിത് കുമാറിനെയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ പറഞ്ഞതിന്റെ താല്പര്യം, എനിക്ക് ഈ സജിത് കുമാറിനെ വളരെ അടുത്തറിയാവുന്ന ഒരു പ്രിയപ്പെട്ടവനാണ്. താന് വാസ്തവത്തില് കോഴിക്കോട്ട് യൂണിവേഴ്സിറ്റി പഠിക്കാൻ വന്നപ്പോൾ തൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹം രക്ഷിക്കപ്പെടുവാൻ തക്കോണം കാരണമായി തീർന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് താൻ ഒരു വലിയ ദൈവകൃപയുടെ ഉടമസ്ഥനായിട്ട് മാറുവാൻ കർത്താവ് ആ പ്രിയപ്പെട്ടവന് സതീഷ് കുമാറിന് ഭാഗ്യമൊരുക്കി. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ജീവിതത്തിൽ 5 തീരുമാനങ്ങൾ എടുത്തു. ആ 5 തീരുമാനങ്ങളും ഇന്ന് വരെ അദ്ദേഹം പാലിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആശ്ചര്യകരമായ കാര്യമാണ്. ഒന്നുമില്ലാതിരുന്നപ്പോൾ താനായി മാത്രം നിലകൊള്ളുന്ന പ്രാഥമിക തന്റെ വിശ്വാസത്തിന്റെ കാൽച്ചുവടിന്റെ ആദ്യ ഘട്ടങ്ങളിൽ താൻ ദൈവമുമ്പാകെ എടുത്ത 5 തീരുമാനങ്ങൾ ഇന്നും അദ്ദേഹം പാലിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സുശക്തമായ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവനാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ കോഴിക്കോട്ട് വെച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ഞാൻ ദൈവത്തിന് മുമ്പാകെ 5 തീരുമാനം എടുത്തു. ആ 5 തീരുമാനമാണ് എന്നെ ഇത്രയും വലിയ ഒരു സഭയുടെ പാസ്റ്ററാക്കി മാറ്റുവാനിടയായി തീർന്നത്. സ്തോത്രം. സമയം പോകുന്നെങ്കിലും അദ്ദേഹത്തിന്റെ 5 തീരുമാനം കൂടെ ഞാൻ വേഗം പറഞ്ഞു വിടാം. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ തീരുമാനം എന്നാണെന്നറിയാമോ? ഞാൻ ഒരിക്കലും ആരാധന മുടക്കുകയില്ല. രക്ഷിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ
ഉള്ളിന്റെ ഉള്ളിലെ ആദ്യത്തെ തീരുമാനം ഇതാണ്: ഞാൻ ഒരിക്കലും ആരാധന മുടക്കുകയില്ല. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്നാണെന്നറിയാമോ? മൂല്യതയില്ലാത്ത, സ്വഭാവ മേന്മയില്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് ഞാനൊരു കൂട്ടുകൂടുകയില്ല. എന്റെ ജീവിതത്തിന്റെ നൈർമല്യതയ്ക്ക് കേടുവരുന്ന ഒരൊറ്റ വ്യക്തിയുമായിട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല? ഞാനൊരു ബന്ധം സ്ഥാപിക്കുകയില്ല. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ തീരുമാനം വളരെ രസകരമായ ഒരു തീരുമാനമാണ്: ഞാൻ ഒരിക്കലും കസേരയോ സ്റ്റേജോ അന്വേഷിച്ച് ഒരു യാത്ര ചെയ്യുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിനും പെരുമയ്ക്കും വേണ്ടി ഞാൻ ഒരിടത്തും പോകത്തില്ല. എനിക്കിതിനെല്ലാം ഒത്തിരി ഉദാഹരണം പറയാനുണ്ട്, ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. ഒരിക്കൽ പോൾ യോങ്കിച്ചോ ഇദ്ദേഹത്തെ വിളിച്ചേച്ചു പറഞ്ഞു, എന്റെ കൊറിയയിലെ സഭയിലേക്ക് ഒന്ന് നിങ്ങൾ കടന്നു വരണമെന്ന്. അപ്പോൾ സതീഷ് കുമാർ പറഞ്ഞു, പ്രഭു, അങ്ങയുടെ സഭയെ വന്ന് ശുശ്രൂഷിക്കുവാനുള്ള ശേഷിയും പ്രാപ്തിയും ഒന്നും എനിക്കില്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സഭയെക്കുറിച്ച് അറിഞ്ഞതായ പോൾ യോങ്കിച്ചോ ഇദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്റെ സഭയെ കടന്നു വന്നൊന്ന് ശുശ്രൂഷിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണെന്നറിയാമോ? അങ്ങയെ പോലുള്ള ലോകം അറിയപ്പെടുന്ന വ്യക്തി വന്ന് ശുശ്രൂഷിക്കത്തക്ക ഒരു പ്രത്യേകത എന്റെ സഭയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് ദയവായിട്ട് അങ്ങ് ഇങ്ങോട്ട് വരണ്ട എന്ന്. കർത്താവിന് സ്തോത്രം. അദ്ദേഹത്തിന് നാലാമത്തെ തീരുമാനം എന്താണെന്നറിയാമോ? ഞാൻ ഒരിക്കലും രുചികരമായ ആഹാരത്തിന്റെ പുറകെ പോകത്തില്ല. രുചികരമായ ആഹാരം തേടി ഞാൻ എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും പോവുകയില്ല. ഇനി അഞ്ചാമത്തെ തീരുമാനമാണ് ഏറ്റവും രസകരം: ഞാനൊരു സ്ത്രീയുടെയും മുഖത്ത് നോക്കത്തില്ല. പ്രിയമുള്ളവരെ, ഒരു ദൈവദാസൻ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് കോഴിക്കോട്ട് വെച്ച് കർത്താവിന്റെ മുമ്പാകെ ഉപവാസം ഇരുന്നപ്പോൾ താൻ എടുത്ത ഈ 5 തീരുമാനങ്ങളും അദ്ദേഹം ഇപ്പോഴും അതുപോലെ തന്നെ പാലിക്കുകയാണ്. തന്റെ സഭയിൽ വരുന്ന സഹോദരിമാരുമായിട്ട് താൻ എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ സഹോദരിമാരുടെ ഒരു പ്രത്യേക ഗ്രൂപ്പിന് രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് അവരുമായി സംസാരിക്കുകയല്ലാതെ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാൻ താൻ അനുവദിക്കത്തില്ല. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പറഞ്ഞതിന്റെ താല്പര്യം, പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഈ കല്ല് എന്ത് ചെയ്യും? സകല ഭൂമിയിലും നിറഞ്ഞ് കവിഞ്ഞ് അതെന്തായി തീരും? മഹാപർവ്വതമായി തീരും. ആ കാര്യം ഇന്നും അക്ഷരീകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഒരു ചെരുപ്പിന്റെ പേര്, വള്ളിച്ചെരുപ്പാകട്ടോ, അതിന്റെ പേരെന്നാ? ഹവായി എന്ന പേര്. ആ ചെരുപ്പിന്റെ പേര് ഹവായി എന്നാണ്. ഈ ചെരുപ്പിന് ഹവായി എന്ന് പേര് വരാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? ചെരുപ്പ് കമ്പനിക്കാര് ഹവായി എന്ന് പറയുന്ന ദ്വീപിലേക്ക്, അതൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു ജനം പോകാറുള്ള, ആസ്വദിക്കാറുള്ള, വളരെ പ്രകൃതി മനോഹരമായ കടൽ തീരങ്ങളുള്ള ഒരു സ്ഥലമാണ് ഹവായി എന്ന് പറയുന്നത്. ഹവായി ദ്വീപിലേക്ക് ഒരു ചെരുപ്പ് കമ്പനിക്കാര് തന്റെ ഒരു റെപ്രസെന്റേറ്റീവിനെ അങ്ങോട്ട് അയക്കാൻ ഇടയായി തീർന്നു. ആ റെപ്രസെന്റേറ്റീവ് ഹവായി ദ്വീപിൽ ചെന്ന ശേഷമായിട്ട് ഈ ഹവായി ചെരുപ്പിന്റെ പല മോഡലുകൾ ഇട്ടുകൊണ്ട് അദ്ദേഹം ഓരോ ദിവസവും അതിലെ കൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. അദ്ദേഹം ഓരോ ദിവസവും ചെരുപ്പിട്ട് അങ്ങോട്ട് പോകും, പക്ഷെ ചെരുപ്പ് ഒരു കൈ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരും തന്റെ റൂമിലേക്ക്. കാരണം എന്താണ്? ഹവായി ദ്വീപിൽ ഒരു വ്യക്തി പോലും ചെരുപ്പിടുന്നവരില്ല. തനിക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള തങ്ങളുടെ ഈ ഹവായി കമ്പനിക്കാരുടെ അക്ഷീണമായ ശ്രമം ആഴ്ചകൾ, മാസങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹം ഒരു പരാജയമായിട്ട് മാറുകയാണ് ചെയ്തത്. എന്ത് ചെയ്യുന്നറിയാം? ഹവായി കമ്പനിക്കാര് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച ശേഷമായിട്ട് മറ്റൊരു ചെറുപ്പക്കാരനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. ആ ചെറുപ്പക്കാരൻ അവിടെ ചെന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തറിയാമോ? എല്ലാ സൈസ് മോഡലുകളും താൻ തന്റെ ഗോഡൌണിൽ സൂക്ഷിച്ചു വെച്ച അനന്തരമായിട്ട് താന് ചെരുപ്പില്ലാതെ ആ ദ്വീപിൽ കൂടെ നടക്കുവാൻ തക്കവണ്ണം തുടങ്ങി. നടന്ന് താന് ആ ദ്വീപിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി ആരാണെന്ന് കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അദ്ദേഹത്തെ വിളിച്ചു തന്റെ റൂമിൽ കൊണ്ടുവന്ന ശേഷമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹത്തിന്റെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു ചെരുപ്പ്
അദ്ദേഹത്തെ ഇടിയിച്ചിട്ട് 2 ജോഡി ചെരുപ്പ് താനും ഒന്നിട്ടു, മറ്റേ ആളുടെ കാലയിൽ ഇത് ഇടിച്ചു. എന്ത് ചെയ്യുന്നറിയാമോ? താൻ ഈ ഗ്രാമത്തിൽ കൂടെ, അതിന്റെ പെരുവഴിയിൽ കൂടെ ഈ ഗ്രാമത്തലവനുമായിട്ട് നടക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. ചുരുക്കി പറയട്ടെ പ്രിയമുള്ളവരെ, ഗ്രാമത്തലവനോട് കുശലം പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ അതിൽ നടക്കുമ്പോൾ ജനം എന്ത് ചെയ്തു? ആപാത ചൂടം അവനെ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. അപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് അവനിട്ടിരിക്കുന്ന അതേ ചെരുപ്പ് ആരിട്ടിരിക്കുന്നു? ഗ്രാമത്തലവൻ ഇട്ടിരിക്കുന്നു. പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നറിയാമോ? ആ ഗ്രാമത്തലവൻ ആ ചെരുപ്പ് അവൻ കൊടുത്തു, ഫ്രീ ആയിട്ട് കൊടുത്തു. പിറ്റേ ദിവസം എന്ത് ചെയ്യാമോ? ആ ഗ്രാമത്തിലെ വിദ്യാസമ്പന്നനായിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തി. ഞാൻ പെട്ടെന്ന് ആ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ചുരുക്കി പറഞ്ഞ, ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള വ്യക്തികളെയെല്ലാം കണ്ടുമുട്ടി എല്ലാവർക്കും ഒരേ ജോഡി ചെരുപ്പ് സൗജന്യമായിട്ട് കൊടുത്തു. അവരെല്ലാവരും ചെരുപ്പിട്ട് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ദ്വീപുവാസികൾക്ക് വളരെയേറെ ആവേശമായി. ഈ ചെരുപ്പിന്റെ ഗുണഗണങ്ങൾ ഇട്ടോണ്ട് നടന്നവർ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തായെന്നറിയാമോ? ആ ചെരുപ്പ് കമ്പനിക്കാർക്ക് ആ ദ്വീപില് ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് ആണ് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അങ്ങനെ ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഏറ്റവും അധികം ചെരുപ്പ് വിറ്റഴിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ കമ്പനിക്കാരതിനെ ഹവായി ചപ്പൽ എന്ന് പേര് മാറ്റി ഇടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന യാഥാർത്ഥ്യം, സ്റ്റേജിൽ നിന്നുകൊണ്ട് വീമ്പിളക്കി കൈയിട്ടടിച്ച് കാലിട്ട് ചവിട്ടിക്കൊണ്ട് ജനത്തിന്റെ മുമ്പിൽ ശബ്ദ വ്യത്യാസം വരുത്തിക്കൊണ്ടുള്ള ഒരാകർഷണമല്ല. ജീവിതത്തിന്റെ ഓരോ നിലവാരങ്ങളിലും അനുഭവിക്കുന്ന ദൈവകൃപ മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്നതായ വ്യതിയാനമാണ് ജനത്തെ ഈ കൃപയ്ക്കകത്തേക്ക് കൊണ്ടുവരുവാൻ കാരണമായി തീരുന്നതെന്ന് ഇന്നത്തെ ലോകത്തിൽ മനസ്സിലാക്കുന്നവരുടെ സഭകൾ സുശക്തമായിട്ട് വളരുവാൻ തക്കവണ്ണം കാരണമായി തീരുന്നു. ഞാൻ അത്രയും പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വലിയ മറ്റൊരു ശുശ്രൂഷയുണ്ട്. അത് ഞാൻ നിങ്ങളെ ഇന്ന് രാത്രി ഫലമേൽപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. അതുകൊണ്ടൊരു കാര്യം ഓർക്കണം, എവിടെ ജനമുണ്ടോ അവിടെ സുവിശേഷത്തിന് സ്വാധീനമുണ്ട്. പക്ഷെങ്കിൽ ആ ജനത്തിന്റെ നിലവാരം അറിഞ്ഞ് അവരോട് ഇടപെടുവാൻ തക്കവണ്ണം ഒരർപ്പണബോധവും പ്രാർത്ഥനാ മനസ്സും എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, തീർച്ചയായിട്ടും ഈ സുവിശേഷം സകലമാന ജാതിയുടെ ഇടയിലും അതിന്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പൊ ഞാൻ ഓർപ്പിച്ചു, സഭയ്ക്ക് തിരുവചനത്തിന്റെ അകത്ത് 5 പേരുകളുണ്ട്. ഈ 5 പേരുകളും സഭയുടെ വലിപ്പത്തെ, സഭയുടെ വളർച്ചയെ, സഭയുടെ സ്വാധീനത്തെ, സഭയുടെ മഹത്വത്തെ, സഭയുടെ അതുല്യതയെ വെളിപ്പെടുത്തുന്ന 5 മഹത്വങ്ങളാണ്. അവ ഞാൻ പെട്ടെന്നൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒന്നാമത്തെ വേദഭാഗം വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ സഭയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് എക്കലേഷ്യ എന്നുള്ള പദമാണ്. ആദ്യം നമുക്ക് സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഞാന് നിങ്ങളുടെ ശ്രദ്ധ സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക. നമ്പേഴ്സ് ചാപ്റ്റർ 10 വേഴ്സ് 2 ഓൺവേർഡ്സ്. വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പ് പണിയായി അവയെ ഉണ്ടാക്കേണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും ഉതകേണം. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ നിന്റെ അടുക്കൽ കൂടേണം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിന്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടേണം. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയം യാത്ര പുറപ്പെടേണം. കർത്താവിന് സ്തോത്രം. ഇനി 7-ാമത്തെ വാക്യം, സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരധ്വനി
ഊതരുത്. കർത്താവിന് മഹത്വം. ഞാന് ആ ഭാഗത്ത് നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഈ സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. അനന്തരം 2-ാം സംവത്സരം 2-ാം മാസം 20-ാം തീയതി മേഘം സാക്ഷി നിവാസത്തിൽ നിന്ന് പൊങ്ങി. എപ്പോഴാണിത്? 2-ാം സംവത്സരം 2-ാം മാസം 20-ാം തീയതി സാക്ഷ്യ കൂടാരത്തിൽ നിന്ന് എന്ത് ചെയ്തു? മേഘം പൊങ്ങി. ഞാൻ നിങ്ങൾക്കൊരു വേദഭാഗം കൂടെ വായിച്ചു കേൾപ്പിക്കുന്നു. അത് പുറപ്പാട് പുസ്തകമാണ്. പുറപ്പാട് പുസ്തകം അതിന്റെ 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസത്തിൽ അവർ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിലെത്തി. അവർ രഫീദിൽ നിന്ന് പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ വന്ന് മരുഭൂമിയിൽ പാളയം ഇറങ്ങി. അവിടെ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ മക്കൾ പാളയം ഇറങ്ങി. അപ്പൊ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? യാത്ര പുറപ്പെടുകയാണ്. ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്തിനു വേണ്ടിയാണ് ദൈവം വിടുവിച്ചതെന്ന് വളരെ കൃത്യമായ രീതിയിൽ ദൈവം ആർക്ക് അരുളപ്പാട് കൊടുത്തിരുന്നു? ദൈവം അബ്രഹാമിന് അരുളപ്പാട് കൊടുത്തിരുന്നു, ഇസഹാക്കിന് അരുളപ്പാട് കൊടുത്തിരുന്നു, യാക്കോബിന് അരുളപ്പാട് കൊടുത്തിരുന്നു. ഗോത്രപ്രഭുക്കന്മാരായിരിക്കുന്ന ഗോത്ര പിതാക്കന്മാരായിരിക്കുന്ന 3 പേരോടും പറഞ്ഞൊരു കാര്യമാണ്: നിങ്ങൾ ആരായി മാറുവാൻ പോകുകയാണ്? നിങ്ങൾ ഒരു വലിയ ജനസമൂഹം ആയി മാറുവാൻ പോകുകയാണ്. ഒരു റെഫറൻസ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 28-ാമത്തെ വാക്യത്തിന്റെ 3-ാമത്തെ ഉൽപ്പത്തി 28-3 സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താന പുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയെ പാർക്കും ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. വലിയവനായ ദൈവം തന്റെ ദാസനായിരിക്കുന്ന ഇസഹാക്കിൽ കൂടെ യാക്കോബിനോട് പറയുന്ന പ്രസ്താവനയാണ് നമുക്കവിടെ വായിക്കുവാൻ തക്കവടിയായി തീർന്നത്. അവിടെ പറയുന്ന ഒരു പ്രത്യേക പദമുണ്ട്: നീ ആരായി മാറും? നീ ഒരു ജനസമൂഹമായി തീരും. കർത്താവിന് മഹത്വം. അവിടെ ജനസമൂഹമായി തീരുമെന്നുള്ളത് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദമാണ്. നീ എക്കലേഷിയായിട്ട് മാറും. എന്താണ് അതിന്റെ അർത്ഥം? കാഹളനാദം കേട്ട് നിങ്ങൾ ഒന്നിച്ചുകൂടി കാഹളനാദ പ്രകാരം നിങ്ങൾ മുന്നേറി നിങ്ങൾ കാഹളം കേൾക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന വലിയൊരു സമൂഹമായിട്ട് നിങ്ങൾ തീരുമെന്നാണ്. ഇനി ഞാൻ എസെക്കിയ പ്രവചനം 33-ാം അധ്യായത്തിന്റെ ഈ വാക്യങ്ങൾ വായിച്ച അനന്തരമായി ഞാനൊരു ചെറിയ വിശദീകരണം പറയാം. എസെക്കിയ പ്രവചനം 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതിരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നു എങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവിന്റെ ദാസനായിരിക്കുന്ന എസെക്കിയേൽ പറയുകയാണ്, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കാഹളത്തിന് അതിപ്രാധാന്യത ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ആര് മുഖാന്തരം കൽപ്പിച്ചതാണ്? അത് മോശെ മുഖാന്തരം കൽപ്പിച്ചതാണ്. ഇനി ഞാൻ വേറൊരു വേദഭാഗം കൂടെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പദമാണ്.
1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. മലയാളത്തിൽ ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ എന്നാണെങ്കിൽ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്ന എന്നറിയാമോ? അന്യോന്യം എൻകറേജ് ചെയ്തു കൊള്ളുവീൻ, അന്യോന്യം ഉത്സാഹിപ്പിച്ചുകൊള്ളുവീൻ, അന്യോന്യം ധൈര്യപ്പെടുത്തിക്കൊള്ളുവീൻ, അന്യോന്യം മുന്നറിയിപ്പ് നൽകി കൊടുത്തുകൊള്ളുവീൻ. കർത്താവിന് സ്തോത്രം. ഇനി ഞാന് അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പ്രത്യേകം ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, സഭയെന്ന് പറയുന്നത് എന്താണെന്ന് കർത്താവിന്റെ ദാസനായിരിക്കുന്ന സ്തോത്രം മോശയോട് ദൈവം പറഞ്ഞു കൊടുത്തതാണ് നമ്മള് ഈ പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ വായിച്ചത്. അത് തന്നെ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വായിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസം എവിടെ എത്തി? നിങ്ങൾ ഇവിടെ സീനായ് പർവ്വതത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് സീനായ് പർവ്വതത്തിൽ എത്തുവാൻ അവർക്ക് 3 മാസത്തെ സമയം വേണമായിരുന്നു. എന്നാൽ അവർ മിസ്രൈമിൽ നിന്ന് സീനായ് പർവ്വതത്തിൽ എത്തിക്കഴിഞ്ഞത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണെങ്കിൽ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം, ലേവ്യ പുസ്തകം 27 അധ്യായം, സംഖ്യാ പുസ്തകം 10 അധ്യായം, 3 പുസ്തകങ്ങളില് ഏകദേശം 60-ഓളം അധ്യായങ്ങൾ പിന്നിട്ടനന്തരമായി സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ പറയുകയാണ്, 1 കൊല്ലം മുമ്പ് സീനായ് പർവ്വതത്തിൽ പാളയമിറങ്ങിയ നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുകയാണ്? ഇന്നിവിടെ നിന്ന് നിങ്ങൾ പുറപ്പെടുവാൻ പോകുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഒറ്റ വാക്കി പറഞ്ഞാൽ ദ സ്റ്റാഗ്നന്റ് പീരിയഡ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ നിശബ്ദ കാലഘട്ടം. ആ കാലഘട്ടത്തിന് പ്രത്യേകത എന്നാ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം എന്നാന്ന് അറിയാലോ അല്ലേ? 10 കൽപ്പന. തുടർന്ന് എന്താണ്? ആഭ്യന്തര കൽപ്പന. തുടർന്ന് എന്താണ്? സമാഗമന കൂടാരത്തിന്റെ നിർദ്ദേശം. തുടർന്ന് എന്താണ്? സമാഗമന കൂടാരം. ലേവ്യ പുസ്തകം എന്താണ്? ആരാധിക്കുവാൻ നീ യാഗം കഴിക്കണം. പിന്നീട് ആരാധനയിലെ മടുപ്പ് മാറുവാൻ ദൈവം നിനക്ക് വലിയ ഉത്സവങ്ങൾ വെച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. അങ്ങനെ പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും ഇസ്രായേൽ മക്കൾ വ്യക്തിപരമായി ഏറ്റെടുത്ത് ജീവിതം ധന്യമാക്കി ഉത്സാഹമുള്ളവരായി, പ്രത്യാശയുള്ളവരായി, ലോകത്തെ ജയിക്കുന്നവരായി, പ്രത്യേക ജാതിയായി, ദൈവത്തിന്റെ ജനമായി ഉത്സാഹത്തോടുകൂടെ ദൈവത്തെ സേവിക്കുവാനുള്ള നിർദ്ദേശ പരമ്പരയാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം തൊട്ട് സംഖ്യാപുസ്തകം 10-ാം അധ്യായം വരെ കൊടുത്തിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഈ സമയത്ത് അവരെവിടെ പാർക്കുന്നത്? ഈ സമയം അത്രയും അവര് പാർക്കുന്നത് എവിടെയാണ്? സീനായ് മലയുടെ അടിവാരത്താണ്. എന്തിനു വേണ്ടിയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ്. എന്താണെന്നറിയാമോ? മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു പോന്നെങ്കിലും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിന്ന് മിസ്രൈം പുറപ്പെട്ടു പോയിട്ടില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കൃത്യമായ ഒരു കാര്യം ഓർക്കണം കേട്ടോ. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ എന്ത് ചെയ്യണം? ദൈവം വച്ചിരിക്കുന്ന ജീവിത വ്യവസ്ഥകൾ ദൈവവചനപ്രകാരം ഏറ്റെടുത്ത് അതിൻ പ്രകാരം ജീവിക്കുവാൻ ഉത്സാഹിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവിന് സ്തോത്രം. എന്താണ്? ലോകം നിന്റെ അകത്ത് കിടക്കുകയാണ്.
എങ്ങനെയാ കിടക്കുന്നത്? നാക്കിൽ കൂടെ വെളിയെ വരുന്നു, കണ്ണിൽ കൂടെ വെളിയെ വരുന്നു, മൂക്കിൽ കൂടെ വെളിയെ വരുന്നു, കാതിൽ കൂടെ വെളിയെ വരുന്നു, രുചിയിൽ കൂടെ വെളിയെ വരുന്നു, സ്പർശനത്തിൽ കൂടെ വെളിയെ വരുന്നു. ഈ ലോകം നിന്നെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ നിന്റെ ദേഹി ആത്മാവിനെ എങ്ങനെ ശുദ്ധീകരിക്കണമെന്നുള്ള ശക്തമായ നിർദ്ദേശമാണ് പുറപ്പാട്, ലേവ്യ, സംഖ്യ 10-ാം അധ്യായം വരെ തമ്പുരാൻ നൽകി കൊടുത്തിരിക്കുന്നത്. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, നിങ്ങൾ ഇനി പുറപ്പെട്ടുകൊള്ളുക. പക്ഷെ പുറപ്പെടുമ്പോൾ നിങ്ങൾ പുറപ്പെടുന്നതിന് ഞാൻ തന്നിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന സംവിധാനമാണേത്? കാഹളം എന്ന് പറയുന്നത്. കർത്താവിന് സ്തോത്രം. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ സഭ എന്ന് പറയുന്നത് 2 കാഹളങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ഒരു സമൂഹമാണ്. കർത്താവിന് മഹത്വം. അർത്ഥം പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സഭ എന്ന് പറയുന്നത് എന്താണ്? 2 കാഹളങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ഒരു സമൂഹമാണ്. ഏതാണ്? ഒന്നാമത്തെ കാഹളം സുവിശേഷ കാഹളം. രണ്ടാമത്തെ കാഹളം ഏതാണ്? കർത്താവിന്റെ ഗംഭീരനാദ കാഹളം. ഈ 2 കാഹളങ്ങളുടെയും ഇടയിൽ കിടക്കുന്ന സഭയ്ക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയുണ്ട്. എന്താണെന്നറിയാമോ? അതാണ് നമ്മൾ ഈ യെസക്കിയ 33-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ തക്കോണം കഴിഞ്ഞത്. എന്താണ് ഈ ട്രംപറ്റ്, ഈ കാഹളം എന്തിനു വേണ്ടിയുള്ളതാണ്? ഫോർ എ വാണിംഗ്. കർത്താവിന് മഹത്വം. ഈ കാഹളം എന്തിനു വേണ്ടിയുള്ളതാണ്? എന്റെ നിന്റെ ജീവിതത്തിലെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ കാഹളം. രണ്ടാമത്തേത്, ഈ കാഹളം എന്ന് പറയുന്നത് യുദ്ധത്തിന് വേണ്ടി നിന്നെ ഒരുക്കിയെടുക്കുന്ന ഒരു കാഹളമാണിത്. ഇങ്ങനെ ഞാനും നിങ്ങളും മുന്നറിയിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാ എന്ത് ചെയ്യുന്നത്? ശത്രു പെട്ടെന്ന് നമ്മളെ ആക്രമിക്കാൻ വരുന്നത്. ആക്രമിക്കാൻ വന്നാൽ നീ ആരായിട്ട് മാറണം? ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് വളരെ ഒരുക്കത്തോടുകൂടി ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് വീട്ടിൽ ശത്രു വരും, സഭയിൽ ശത്രു വരും, വ്യക്തികളിൽ ശത്രു വരും. അതിനെ ജയിക്കണമെങ്കിൽ ഈ കാഹളനാദം നിന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നാലേ സാധ്യമാകത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഇറ്റ് ഈസ് എ വാണിംഗ്, ഇറ്റ് ഈസ് ഫോർ എ ബാറ്റിൽ ആൻഡ് ഇറ്റ് ഈസ് എ സൗണ്ട് ഓഫ് വിക്ടറി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ നടന്നിരിക്കണം. ഒന്ന്, ഇതെന്താണ്? ഇതൊരു മുന്നറിയിപ്പാണ്. 2, ഇതെന്താണ്? ഒരു യുദ്ധ പ്രഖ്യാപനമാണ്. 3, ഇതെന്താണ്? ഒരു വിജയത്തിന്റെ പ്രഖ്യാപനമാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ ജനമായിരിക്കുന്ന നമ്മെ കർത്താവ് ആരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്? എക്കലേഷിയായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ വെറും ഒരു കൂടിവരവല്ല, നമ്മൾ ഒരു കാഹളം കേട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ്. അത് മാത്രമല്ല, ഈ കാഹളം കേട്ട് ഇറങ്ങി പുറപ്പെട്ടവർ എപ്പോഴും എന്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം? ഒരു മുന്നറിയിപ്പ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒരു യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട്. ആ യുദ്ധത്തിനുള്ള സാധ്യതയിൽ നീ പരാജയപ്പെടാതിരിക്കണം എങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിനോട് ചേർന്ന് നിന്ന് ഒരു വലിയ യുദ്ധം ചെയ്താൽ നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം കർത്താവിന് കഴിയും. കഴിഞ്ഞ ദിവസം 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ആ കാര്യം വ്യക്തമായി ഓർപ്പിച്ചതാണ്. എന്ത്? സുവിശേഷവുമായി ഒരു കർത്താവിന്റെ ദാസൻ കടന്നുപോയാൽ അവൻ മടങ്ങി വരുന്ന എങ്ങനെയായിരിക്കും? ആത്മാക്കളെ കൊണ്ടേ മടങ്ങി വരത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. ആത്മഭാരത്തോടെ ഒരുത്തൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവനെ എങ്ങോട്ടാ പോകുന്നത്? അവൻ കോളനിയിലേക്കാ പോകുന്നത്. രക്ഷയുടെ സന്തോഷമില്ലാത്ത 100 വിധ വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ അടുക്കിലേക്ക് കടന്നു എന്ന് ഈ സുവിശേഷത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാ പ്രിയമുള്ളവരെ, സ്തോത്രം, 10 പേര് വിടുവിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്ന വസ്തുതയാണ്.
കർത്താവിന് സ്തോത്രം. ഞങ്ങൾ കഞ്ഞിക്കുഴിയില്, നിങ്ങൾ ചിലർക്കറിയാമായിരിക്കും, പുളിക്കൽ കൊച്ചായൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസന്റെ വീടിന്റെ വരാന്തയിലായിരുന്നു കഞ്ഞിക്കുഴി ചർച്ച് ഓഫ് ഗോഡ്. കർത്താവിന് സ്തോത്രം. പുളിക്കലെ കൊച്ചായൻ ഒരു ബാച്ചലറാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ വരാന്തയിലായിരുന്നു കഞ്ഞിക്കുഴി ചർച്ച് ഓഫ് ഗോഡ്. ഞങ്ങൾ ചുമതലയെടുക്കുമ്പോൾ 16 കുടുംബത്തിൽ നിന്ന് വളരെ നിർധനരായിരിക്കുന്ന 16 പേര് വന്ന് സംബന്ധിക്കുന്ന ഒരു കൂടി വന്നു കഴിഞ്ഞാൽ 30-25 പേരിക്കുള്ള ഒരു സഭയായിരുന്നു. കർത്താവിന് സ്തോത്രം. പക്ഷെ കർത്താവ് എന്നെ ഈ കാര്യം പഠിപ്പിച്ചതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഒരു ടീമിനെയും വിളിച്ചില്ല കേട്ടോ. ഒരു 10 പേരെ എൻ്റെ കൂടെ കർത്താവിന്റെ വേലയ്ക്ക് വരണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചില്ല. സ്തോത്രം. എനിക്ക് അവസരം കിട്ടുമ്പോ രാവിലെ 6 മണിയാകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങും. തിരിച്ചു വരുന്നത് വൈകിട്ട് 6 മണി 7 മണിയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ഒരു കാര്യം ഉറപ്പാ, പിറ്റേ ഞായറാഴ്ച ചുരുങ്ങിയത് ഒരു 10 പേരെങ്കിലും സഭായത്തിന് കടന്നു വരുവാൻ തക്കോണം കർത്താവ് ഇടയാക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, 5 കൊല്ലം ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ 16 കുടുംബം എന്നുള്ളത് 61 കുടുംബങ്ങളായി മാറുവാൻ തക്കോണം കർത്താവ് ഇടയാക്കി. കാരണം എന്താണ്? ഇത് നമ്മുടെ ആരുടെയും മിടുക്കല്ല, ഇത് കർത്താവ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന അവന്റെ നമ്മുടെ മേലുള്ള നിയോഗമാണ്. ഇതെന്താണ്? ഈ കാഹളം ഊതിക്കഴിഞ്ഞാൽ ജനം ഓടിക്കൂടിയിരിക്കും. അത് ഉറപ്പായിരിക്കുന്ന ഒരു വലിയ വസ്തുതയാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഒതുങ്ങിയില്ല. 5 കർത്താവിന്റെ ദാസന്മാരെ ആ സഭയിൽ നിന്ന് വാർത്തെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കി. പ്രൈസ് ദി ലോർഡ്. 5 കർത്താവിന്റെ ദാസന്മാരെ ആ സഭയിൽ നിന്ന് വാർത്തെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഭാഗ്യമൊരുക്കി. അതുകൊണ്ട് തീർന്നില്ല. ദൈവത്തിന് സ്തോത്രം. 5 ഇടത്ത് പോയി വേല ചെയ്ത് 5 ലോക്കൽ സഭകളെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഭാഗ്യമൊരുക്കി. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്. എന്താണ്? സ്തോത്രം. ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ സർവലോകത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഇടയിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് കർത്താവിന്റെ കാഹളമാണ്. ഞാൻ ഊതുന്നത് ആരുടെ കാഹളമാണ്? കർത്താവിന്റെ കാഹളമാണ്. ഇത് എന്തിനാണ് ഊതുന്നത്? സഭയെ കൂട്ടിച്ചേർക്കാനാണ് ഈ കാഹളം ഊതുന്നത് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഈ സഭയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ സഭയിൽ വിടുവിക്കപ്പെടുന്ന ജീവിതങ്ങളിൽ പലവട്ടമായി ഈ ലോകത്തോട് വിട പറയുന്ന പ്രിയപ്പെട്ടവർ എങ്ങോട്ടേക്ക് കടന്നു പോകുന്നു? അക്കരെ നാട്ടിലേക്ക് കടന്നു പോകുന്നു. അത് മാത്രമല്ല, ഒടുവിലായി കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ അതിന്റെ പൂർണ്ണ രൂപം കാണണമെങ്കിൽ 410 വാക്യങ്ങളുള്ള വെളിപ്പാട് പുസ്തകത്തിലേക്ക് ചെന്നാലേ അതിന്റെ പൂർണ്ണ രൂപം കാണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയത്തുള്ളൂ. ഞാനത് വിശദീകരിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി സമയം എടുക്കുന്നില്ല. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇനി സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന 2ാമത്തെ പേര് ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കൂടുതൽ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകുന്നുള്ളത് കൊണ്ടും ധാരാളം പോർഷൻ കവർ ചെയ്യാനുള്ളത് കൊണ്ടും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ സഭ എന്താണ്? കാഹളനാദം കേട്ട് കൂടി വന്നവർ കാഹളനാദത്തിനനുസരിച്ച് എന്തു ചെയ്യുന്നു? കാഹളനാദത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നു. കാഹളനാദത്തിനനുസരിച്ച് യുദ്ധം പ്രഖ്യാപിക്കുന്നു. കാഹളനാദത്തിനനുസരിച്ച് വിജയം കൈവരിക്കുന്നു. ഇനി സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അടുത്ത പേര് പ്രവർത്തികളുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. കർത്താവിന് സ്തോത്രം. അവര് എന്ത് ചെയ്യുകയായിരുന്നു? കൂടി വരിക
പതിവായിരുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോൾ സഭയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ പേരാണ് ഏത്? കൂടിവരവ്. സഭ ഏതാണ്? കൂടി വരുന്നവരുടെ കൂട്ടമാണ്. അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ഭാഷ പറഞ്ഞിരിക്കുന്നത് മീറ്റ് ടുഗദർ. പ്രൈസ് ദി ലോർഡ്. മീറ്റ് ടുഗദർ. ഒത്തിരി ആഴമുള്ള ഒരു വാക്കാണത്. ഒത്തിരി ആഴമുള്ള വാക്ക്. എന്തിനാണ്? ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ ഭംഗി കാണിക്കാൻ കൂടി വരുന്നതല്ല. ഒരുക്കപ്പെടുന്ന ആഹാരത്തിന്റെ രുചി പങ്കുവയ്ക്കുവാൻ കൂടി വരുന്നതല്ല. കടന്നു വരുന്ന വാഹനത്തിന്റെ വില കാണിക്കുവാൻ കൂടി വരുന്നതല്ല. എന്തിനാണ് കൂടി വരുന്നത്? വളരെ വ്യക്തമായ രീതിയിൽ ഒരു കാര്യം മനസ്സിലാക്കണം. വ്യക്തിപരമായി ആത്മീക വർധനവ് പ്രാപിക്കുവാനാണ് കൂടി വരവ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവിന് സ്തോത്രം. എന്തോ ഒന്ന് ഉയരത്തിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരുടെ കൂട്ടമെന്നാണ് സഭ എന്ന വാക്കുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഒരൊറ്റ യോഗത്തിന് പോയാലും ഏതൊരു കൂടിവരവിന് പോയാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ദൈവം ഇറങ്ങി വന്നു എന്ന് എനിക്കും നിനക്കും ഉത്തമ ബോധ്യം ഉണ്ടാകണം. ഉത്തമ ബോധ്യം ഉണ്ടാകണം. ഏത്? ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നാൽ എന്ത് ചെയ്യും? അവന്റെ സകല ശത്രുക്കളും ചെതറിപ്പോകും. ദൈവം ഇറങ്ങി വന്നാൽ എന്ത് നടക്കും? ദൈവം ഇറങ്ങി വന്നാൽ ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യം കൊണ്ട് അവൻ നമ്മെ അലങ്കരിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇറങ്ങി വരുന്ന എന്തിനാണെന്നറിയാമോ? കണ്ടുകേട്ട് പോകാനല്ല ദൈവം ഇറങ്ങി വരുന്നത്. ദൈവം ഇറങ്ങി വരുന്നത്, ദൈവത്തിന് സ്തോത്രം, നിന്റെ ഭാരം വഹിക്കുവാൻ വേണ്ടി അവൻ കടന്നു വരുന്നു. 2, നിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവൻ കടന്നു വരുന്നു. 3, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്നെ ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയർത്തിയെടുക്കുവാൻ അവൻ കടന്നു വരുന്നു. ഒരാരാധന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഒരു വലിയ തീരുമാനമെടുത്ത് ഉന്നതമായൊരു നിലയിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചെന്ന് പറയുന്ന ഒരു അനുഭൂതിയിൽ ദൈവജനം ആരാധിച്ച് ബലം കണ്ടെത്തേണ്ട ഒരിടമാണ് നമ്മുടെ കൂടിവരവെന്നാണ് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. കർത്താവിന് സ്തോത്രം. എത്ര പ്രതികൂലം വന്നെന്നറിയാമോ? എത്ര പ്രതിസന്ധി വന്നെന്നറിയാമോ? എത്ര വെല്ലുവിളി വന്നെന്നറിയാമോ? 2-ാം അധ്യായം തൊട്ട് നേരിട്ട വെല്ലുവിളികൾ ഒന്നും അവരുടെ ജീവിതത്തെ തകർത്ത് കളയാത്തതിന് കാരണം എന്തായിരുന്നു? അവരുടെ കൂടിവരവായിരുന്നു. അവര് കൂടി വരുമ്പോൾ എന്താണ് നടക്കുന്നത്? മത്തായി 28:20, ഞാൻ അവരുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കൂടി വന്നാൽ പോരെ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ വിഷയം പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ആത്മീയ നിലവാരത്തിന് വിഷയം പരിഹരിക്കപ്പെടും. പക്ഷെങ്കിൽ നീ മറ്റു പ്രിയപ്പെട്ടവരുമായി ഒന്നിച്ചു കൂടിയിരുന്ന് കർത്താവിനെ ആരാധിക്കുന്ന അവസ്ഥയിൽ എന്താണ് നടക്കാൻ പോകുന്നത്? പരസ്പരം ഒരു പങ്കുവയ്ക്കലാണ് നടക്കുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ ക്ഷീണിച്ച്, ശരീരത്തിൽ വേദന അനുഭവിച്ച്, കഷ്ടതയുടെ തീഴ്ചൂളിൽ കൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന്റെ അടുക്ക ചെന്നിരുന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ആരവിടെ ഇറങ്ങി വരും? കർത്താവ് അവിടെ ഇറങ്ങി വരും. കർത്താവ് അവിടെ ഇറങ്ങി വന്നാൽ എന്ത് നടക്കും? അവിടുത്തെ ജനത്തിന്റെ പ്രതിസന്ധി കർത്താവ് പരിഹരിക്കും. കർത്താവിന് സ്തോത്രം. വ്യക്തമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാത്ത ഒരൊറ്റ കൂടിവരവും നമുക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം പാടില്ല.
ദൈവത്തിന്റെ കൃപ വ്യാപരിക്കാത്ത ഒരൊറ്റ കൂടിവരവും നമുക്കുണ്ടാകാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണം അനുഭവിക്കാത്ത ഒരൊറ്റ കൂടിവരവും നമുക്കുണ്ടാകാൻ പാടില്ല. കർത്താവിന് സ്തോത്രം. ഞായറാഴ്ച മിക്കവാറും പ്രോഗ്രാം ഓറിയന്റഡ് ആണ്. എന്നാൽ ഇടക്കൂട്ടങ്ങൾ എന്താണ് നടക്കുന്നത്? കർത്താവിന് സ്തോത്രം. വ്യക്തികളുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് കണ്ണുനീരോടുകൂടെ നിലവിളിച്ച് വേദനയോടുകൂടി കരഞ്ഞ് ആമേൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി വിടുതൽ അനുഭവിക്കുവാൻ ഏതാവശ്യമാണ്? കൂടിവരവ് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. ഇൻവോക്ക് ദ പവർ ഓഫ് ഗോഡ്. എന്താണ് വെളിപ്പെടേണ്ടത്? പുനരുത്ഥാന ശക്തി, അല്ലെ? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ എന്ത് ചെയ്തു? ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജീവിക്കുന്ന ഒരുത്തന് മാത്രമേ എന്ത് പ്രാപിക്കാൻ തക്കോണം കഴിയത്തുള്ളൂ? വിജയം പ്രാപിക്കാൻ തക്കോണം കഴിയത്തുള്ളൂ. അങ്ങനെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവന് മാത്രമേ എന്ത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ? ആമേൻ. ജനത്തിന്റെ പ്രശ്നം പരിഹരിക്കുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. അവരുടെ ഇടയില് മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന്. കർത്താവിന് സ്തോത്രം. അവരുടെ ഇടയില് മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇടയിൽ മുട്ടുള്ളവരുണ്ടോ? ഒത്തിരി പേരുണ്ട്. കാരണം എന്നാ? ഏതാ വേണ്ടത് ഏതാ വേണ്ടാത്തതെന്ന് ജനത്തിന് തിരിച്ചറിയാൻ തക്കോണം കഴിയുന്നില്ല. അത് തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ശോധന കഴിച്ച് നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ മറ്റൊരു തലത്തിലേക്ക് സംസാരവും ചിന്താഗതിയും മാറ്റിയെടുത്താൽ മാത്രമേ അതെന്തായി തീരത്തുള്ളൂ? പ്രയോജനമുള്ളതായിട്ട് തീരുകയുള്ളൂ. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ വചനം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രവർത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആ വാക്യം നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പ്രവർത്തിയുടെ പുസ്തകം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ പ്രവർത്തിയുടെ പുസ്തകം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നിവിടങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കാണുന്ന സഭയുടെ മേന്മ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിക്ക്. വിവരിക്കാൻ ഒത്തിരി സമയം വേണം. പക്ഷെ ഞാനത് 1-2 വാക്യം പറഞ്ഞു വിടാം. ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം തൊട്ട് 9-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം വരെ നമ്മൾ ദിവസക്കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ വേദപഠിതാക്കൾ പറയുന്ന 10 വർഷം പിന്നിട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഭൂമിയിൽ സഭ സ്ഥാപിതമായിട്ട് എത്ര വർഷമേ ആയിട്ടുള്ളൂ? 10 വർഷമേ ആയിട്ടുള്ളൂ. ഈ 10 വർഷത്തിനകം എന്നാ നടന്നെന്ന നമ്മൾ വായിക്കുന്നത്? സ്തോത്രം. സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭയ്ക്ക് സമാധാനമുണ്ടായി. ഏത് സമാധാനമാണ്? അത് ഞാൻ പിന്നീട് നിങ്ങളെ ഓർപ്പിക്കാം. സമാധാനം എന്ന് പറയുന്നത് തരാൻ കഴിവുള്ള ഒറ്റയ്ക്കൊരാളേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവ് നമ്മുടെ നടുവിൽ വന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ 20:20 നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, കർത്താവിന്റെ സാന്നിധ്യം അവരനുഭവിച്ചു. 10 കൊല്ലം കൊണ്ട് യഹൂദ്യയിലും ഗലീലയിലും ശമര്യയിലുമുള്ള സഭകൾ, എത്ര സഭയാ നമുക്കറിയത്തില്ല കേട്ടോ, 100 കണക്കിന് സഭകളാണ് ഉണ്ടായിരുന്നത്. ആ സഭകൾക്ക് ഏത് ലഭിച്ചു? സമാധാനം ലഭിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ കൂടിവരവിൽ കർത്താവ് ഇറങ്ങി വന്ന് തന്റെ ദിവ്യ സമാധാനം കൊണ്ട്
സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ അശേഷം അനന്യമായി കാക്കപ്പെടുമാർ ആകട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ഇടപാട് ഓരോ വ്യക്തികളും അനുഭവിച്ചു. പിന്നെ ആത്മീക വർധനവ് പ്രാപിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അഭിഷേകം പ്രാപിച്ചത്. കർത്താവിന് സ്തോത്രം. കൃപാവരങ്ങൾ കൊണ്ട് നിറയപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നമുക്കിടയാക്കി. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊള്ളാം. കർത്താവിന് സ്തോത്രം. തീർന്നില്ല. കർത്താവിനോടുള്ള ഭക്തി, പ്രൈസ് ദി ലോർഡ്. അതിരിച്ചിരി വലിയ കാര്യമാണ് കേട്ടോ. ആ വാക്കിന്റെ അർത്ഥം വെൽ ഡിസിപ്ലിൻഡ് എന്നാണ്. കർത്താവിനുള്ള ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്പിരിച്വലി ദേ ആർ വെൽ ഡിസിപ്ലിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചടക്ക മൂല്യമുള്ളവരായി തീർന്നു. അച്ചടക്ക മൂല്യം ഉള്ളവരായി തീർന്നു. ഇനി വിടുവായി അടിക്കത്തില്ല, വേണ്ടാതീനം വിളിച്ചു പറയത്തില്ല, മറ്റുള്ളവരുടെ കുറ്റം അന്വേഷിക്കത്തില്ല. ഒരു പ്രത്യേക സമൂഹമായിട്ട് അവർ മാറ്റപ്പെടത്തക്ക രീതിയിൽ ഇവരെ കർത്താവ് എന്ത് ചെയ്തു? ഒരു വലിയ സമൂഹമാക്കി തീർക്കുവാൻ തക്കവണ്ണം കർത്താവിന് പ്രസാദം തോന്നി. എന്റെ സമയം തീരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഇന്ന് രാത്രി അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും പാളിച്ച പറ്റിയാലും കർത്താവിന്റെ ഒരൊറ്റ പ്രവർത്തനത്തിന് എന്തുണ്ടാകത്തില്ല? ഒരിക്കലും പാളിച്ച ഉണ്ടാവുകയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിലെമ്പാടും വളരെ ശക്തമായ രീതിയിൽ ഏലിയാവിന് കാണാൻ കഴിയുന്നില്ല. പക്ഷെങ്കിൽ കർത്താവ് പറയുകയാണ്, 7000 പേരെ, നീ കാണാത്ത 7000 പേരെ ഞാൻ മുട്ടുമടക്കാത്ത ഒരു കൂട്ടത്തെ ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ മൂല്യച്യുതികളെ ഒഴിവാക്കിക്കൊണ്ട് വർത്തമാനകാലത്തിന്റെ ഏറ്റവും വലിയ ആവേശം എന്താണ്? വർത്തമാനകാലത്തിന്റെ ഏറ്റവും വലിയ ആവേശം കർത്താവിന്റെ സഭ ഭൂമിയിൽ അതിന്റെ മഹത്വം ശക്തിയോടെ വെളിപ്പെടുത്തുന്ന ഒരു പ്രത്യേക നിലയിലേക്ക് കർത്താവ് തന്റെ പ്രവർത്തനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണ് കാണാത്തവരായി, ചെവി കേൾക്കാത്തവരായി, ലോകകാര്യങ്ങളിൽ ഇടപെട്ട് അനാത്മീയരുടെ പന്തിയിൽ ഞാനും നിങ്ങളും കാണപ്പെടാതിരിക്കേണ്ടതിന്. കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ ദാസൻ ഒരു വാക്ക് പറഞ്ഞത് എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു, വളരെയേറെ വേദനിപ്പിച്ചു. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത് കേട്ടോ. നോഹ എന്തോ തകരാറ് പറ്റി, ബാലൻസ് പോയി, വീണ് കിടക്കുക. നോഹയുടെ നഗ്നത പുള്ളി എന്ത് ചെയ്തു? പുള്ളി നേരെ ഫേസ്ബുക്കിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? പോസ്റ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പക്ഷെ എന്നാ പറ്റി? ഒരൊറ്റ കൽപ്പന തമ്പുരാൻ, കനാൻ ശപിക്കപ്പെട്ടവൻ, കനാൻ ശപിക്കപ്പെട്ടവൻ. പ്രിയമുള്ളവരെ, ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഈ ദിവസങ്ങളിൽ സഭയുടെ നിലവാരത്തെ കേടുവരുത്തുന്ന ഒരൊറ്റ കാര്യത്തിനും നാവനക്കാൻ, കണ്ണുപതിക്കാൻ, കൈചലിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ ചെയ്തു പോയാൽ തമ്പുരാൻ വേദനിക്കുന്ന ഒരു വിഷയമാണ്. ആരും എന്തൊക്കെ പറയട്ടെ, എന്റെ നാവ് കൊണ്ട്, എന്റെ കൈ കൊണ്ട് ഒരു കാരണവശാൽ പോലും ഞാനത് ഷെയർ ചെയ്യത്തില്ല, ഞാനതിന് കമന്റ് എഴുതത്തില്ല. എനിക്കതൊരു വിഷയമല്ല. കാരണം എന്താണ്? തമ്പുരാന്റെ ശാപം എന്റെ തലമുറയുടെ മേൽ വരുവാൻ ഒരിക്കലിട വരുത്തരുത്. കളിക്കേണ്ട ഒന്നല്ല കർത്താവിന്റെ സഭ എന്ന് പറയുന്നത്. സഭയ്ക്ക് പുറത്ത് കിടന്ന് കളിച്ചോ, പക്ഷെ സഭയ്ക്കകത്ത് കിടന്ന് നീ കളിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, അടി നിശ്ചയമാണ്, ശാപം വ്യക്തമാണ്. പിന്നീടുള്ള ദുരന്തങ്ങളെല്ലാം വിളിച്ചു വരുത്തുന്നവയാണ് എന്നോർത്തുകൊണ്ട് അതിന്റെ ഗൗരവത്തോടുകൂടെ ഈ സഭയുടെ മൂല്യത കാത്തു സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ തരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. നമുക്കൊരു പാട്ട് പാടുകയും അതിനുശേഷം കർത്താവിന്റെ ദാസൻ സണ്ണി പി സാമുവൽ സാറ് കൺക്ലൂഷൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആശീർവാദം പറയും.
വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനലോകത്തിന്, നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനലോകത്തിന്. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനലോകത്തിന്. രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനലോകത്തിന്. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. എന്റെ പ്രിയൻ വന്നിടുമേ ദൂതരുമാ, ദുരിതങ്ങൾ തീർത്തിടുവാൻ ജയധ്വനിയാ. എന്റെ പ്രിയൻ വന്നിടുമേ ദൂതരുമാ, ദുരിതങ്ങൾ തീർത്തിടുവാൻ ജയധ്വനിയാ. വന്നിടുമേ വേഗം എന്റെ ആത്മസ്നേഹിതൻ വാനലോകത്തിന്. വന്നിടുമേ വേഗം എന്റെ ആത്മസ്നേഹിതൻ വാനലോകത്തിന്. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകള് നമുക്ക് കേൾക്കുവാൻ ഗുണമിടയായി തീർന്നു. നമ്മൾ ശാന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ കേരളത്തിലെ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലം രാഷ്ട്രീയമായും മതപരമായും സുവിശേഷത്തിന് അത്ര വേരോട്ടമുള്ള ഒരു സ്ഥലമല്ല. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ വന്ന് ഒരു നോർത്ത് ഇന്ത്യക്കാരൻ രക്ഷാനിർണയം പ്രാപിച്ച് ഒരു വലിയ പ്രസ്ഥാനമായി അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമായി മാറി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി എത്രമാത്രം മഹത്വപൂർണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. ഈ പ്രിയ ജെയിംസ് സാറ് അനേക ഉദാഹരണങ്ങള്, അനേക സഭയ വളർച്ചകളുടെ സംഭവങ്ങള് നമ്മുടെ മുൻപില് പല കാലങ്ങളിലായിട്ട് വരച്ചു വയ്ക്കുന്നുണ്ട്. യോങ്കിച്ചോയെ പോലെയുള്ള ഒരു വ്യക്തി വരുമെന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ആണെങ്കിൽ അത് തള്ളിക്കളയുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ വളരെ ഡെഡിക്കേഷനുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ താനും ദൈവവുമായിട്ടുള്ള ആ ബന്ധം എങ്ങനെ അരക്കിട്ട് ഉറപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനമെടുക്കാനായിട്ട് കഴിയുന്നത്. ജെയിംസാറിന്റെ ക്ലാസ് ഓരോ ദിവസം കഴിയുന്തോറും വളരെ വൈബ്രന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു.
പിന്നെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിലെ തലകളെ വണക്കാം, പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാം. സഭ എന്ന് പറയുന്നത് രണ്ട് കാഹളങ്ങളുടെ ഇടയിൽ ഉള്ള സമയത്ത് മുന്നേറുന്ന സൈന്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊക്കെ എന്ത് ഡെപ്തിലേക്ക്, ശരിക്കും പറഞ്ഞാൽ ഒരു ഫിലോസഫറിന് മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും പഠിപ്പിക്കാനും കഴിയത്തുള്ളൂ. അതൊക്കെ വളരെ ഹൃദയത്തിൽ ആഴത്തിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ കടമെടുക്കുകയാണ്. ഇനിയും എന്റെ മെസ്സേജുകളിൽ ഞാനത് ജെയിംസ് സാറിന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുമെന്ന് ജെയിംസ് സാറിനെ ഓർപ്പിക്കുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. അത് ഉദ്ധരണീയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഒരു അധ്യാപകനാണ്. ഇന്ന് വൈകിട്ട് മുതൽ ഇവിടെ ഗിൽഗാൽ ബിബ്ലിക്കൽ സെമിനാരി ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പം അതിനകത്ത് സോറ്റീരിയോളജി കഴിഞ്ഞ ഉടനെ എക്ലീഷിയോളജിയാണ് വരും. സോറ്റീരിയോളജിക്കകത്തും ഇതൊക്കെ നമുക്ക് ചെലുത്താനായിട്ട് കഴിയും. സോ ദ ടൈം ഓഫ് ചർച്ച് ലൈസ് ബിറ്റ്വീൻ ടു ട്രംപറ്റ്സ്. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പ്രാർത്ഥിച്ച് ഈ സെഷൻ ഡിസ്പേഴ്സ് ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം. പ്രിയ ജെയിംസ് സാറിന് വേണ്ടി പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയൊക്കെ ദൈവവചനം പഠിപ്പിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ സെമിനാരിയിൽ കർത്താവിന്റെ ദാസനെ കർത്താവ് ഉപയോഗിച്ചു. അത് മാത്രമല്ല, ഇപ്പോഴും അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കുവാൻ വളരെ ഉത്സുകനായിരിക്കുന്നു എന്നതിൽ, ദൈവത്തിന്റെ ആത്മാവ് ഗൈഡ് ചെയ്യുന്നു എന്നതിൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവെ, അങ്ങയുടെ ദാസനെ അവിടുന്ന് ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കാൽഗറിയിലെ ദൈവസഭ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കുന്നതിനാൽ സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിനായി സ്തോത്രം. ജോയിൻ ചെയ്ത എല്ലാവർക്കായും സ്തോത്രം. ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കായും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഫിന്നി പാസ്റ്റർക്കായി സ്തോത്രം, ബേവിച്ചൻ പാസ്റ്റർക്കായി സ്തോത്രം. ഈ പ്രവർത്തനങ്ങൾക്ക് കൈ താങ്ങ് നൽകുന്ന എല്ലാവർക്കായും സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഭാഗ്യമായിട്ട് പിരിയട്ടെ. അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും ഞങ്ങളെ കാത്തുകൊള്ളണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടി കാണുവോളം അവിടുത്തെ വിരിക്കപ്പെട്ട ചിറകടിയിൽ ഞങ്ങളെ മറച്ച് അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും, പ്രത്യാശയിൽ നിലനിർത്തും. ആത്മരക്ഷന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. നിത്യപിതാവേ, കേൾക്കും.